എത്ര വേഗത്തിലാണ് ഈ മെട്രോ റെയിലിന്റെ പണി തീർന്നത്. ആദ്യം നമ്മൾ ഈ ശ്രീധരൻ സാറിനോട് നന്ദി പറയാം. അയ്യോ, അദ്ദേഹത്തിന്റെ ഇവിടെ പൊന്നാനിയിലല്ലേ, ഈ ട്രെയിൻ ആ വഴി പോവില്ല. ഇപ്പൊ പറയണ്ട, അത് പിന്നെ ഞാൻ കാണുമ്പോ പറഞ്ഞോളാം. ഞാൻ വിചാരിച്ചിപ്പ പറയാനാ. സത്യത്തിൽ നമ്മുടെ ജീവിതം തന്നെ ഒരു മെട്രോ ട്രെയിൻ പോലെയല്ലേ? ആണോ? പിന്നെ എവിടുന്നോ പുറപ്പെടുന്നു, ഏതൊക്കെയോ സ്ഥലത്ത് നിർത്തുന്നു, ആരൊക്കെയോ കയറുന്നു. അയ്യോ, അങ്ങനെ എവിടുന്നോ അല്ല, ആലുവെന്നാ പുറപ്പെടുന്നത്. പിന്നെ തോന്നിയെടുത്തൊന്നും നിർത്തില്ല. ആലുവ കഴിഞ്ഞ പിന്നെ കമ്പനിപ്പടി, കളമശ്ശേരി, എടപ്പള്ളി, കലൂർ, അങ്ങനെ അങ്ങനെ. പല ദിവസങ്ങളായി ഞാൻ ഉറങ്ങിയിട്ട്. എന്തു പറ്റി? ഞാൻ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തില് എനിക്കിഷ്ടപ്പെട്ട നോവല കാട്ടാക്കട തങ്കപ്പൻ്റെ ചാക്കിലാപ്പെട്ട് പൂച്ച. അത് വായിക്കാൻ വേണ്ടി എടുക്കും, ഒരു പേജ് വായിക്കും, അടച്ചു വയ്ക്കും. അതെന്താ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. സലോമിക്ക് അറിയോ, ഞാൻ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ പുലർച്ചെ 3 മണിവരെ പേപ്പറും പേനയായി വെറുതെ കുത്തിയിരിക്കും. ഒരു വരി കവിത പോലും വരില്ല. എന്നാ പിന്നെ ചെറുകഥ ഒന്ന് ട്രൈ ആയിരുന്നില്ലേ? സലോമിക്ക് എൻ്റെ പ്രശ്നം മനസ്സിലാവുന്നില്ല. എന്താ പ്രശ്നം? പ്രശ്നം എന്താന്ന് വെച്ചാൽ എൻ്റെ മനസ്സെൻ്റെ കൺട്രോളിലല്ല. വളച്ചൊടിക്കാതെ കാര്യം പറയാം. സലോമി എൻ്റെ പ്രശ്നം. സലോമിയോടുള്ള സ്നേഹം എനിക്ക് അടക്കി നിർത്താൻ പറ്റുന്നില്ല. കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില അറിയത്തില്ല. സലോമി പോവാന്ന് അറിഞ്ഞപ്പോൾ മുതൽ എനിക്കറിയില്ല, സലോമി ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഇതിങ്ങനെയല്ലാതെ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയല്ലോ. സത്യം പറഞ്ഞാൽ യാത്ര പറയാൻ ഞാൻ വേറെ ആരുടെ അടുത്തും പോയിട്ടില്ല. മുമ്പ് ഓരോ തവണ കാണുമ്പോഴും എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പ്രകാശം പറയുമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അറിയോ? പ്രകാശനല്ല, ആകാശ്. ആകാശ്. സോറി. നോ പ്രോബ്ലം. Jetzt lernen wir perfekt. Was haben Sie gestern gemacht? Sagen Sie. Was haben Sie gestern gemacht? Sehr gut. Was haben Sie gestern gemacht? Ich habe ആ വാക്കെന്തായിരുന്നു പക്ഷേ? Deutsch. Deutsch gelernt. Gelernt. Danke. Wie geht's dir, Mr. Gopal? അല്ലയോ ഗോപാൽജി, താങ്കൾക്ക് സുഖം തന്നെയല്ലേ? ജർമ്മനാ. വി ഗെറ്റ്സ് ഡിയർ. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പിന്നല്ലാതെ. ഇങ്ങോട്ടാ അസുഖം കൊണ്ട് കൊടുത്തോണ്ട്. ഒരു കല്യാണമുണ്ട്, ഭാര്യയുടെ ബന്ധുവിൻ്റെ. പിന്നെ നിന്റെ ജർമ്മൻ ഭാഷയൊക്കെ ഓക്കെ, പക്ഷേ വിസ കിട്ടാൻ വേറെ ഉണ്ടല്ലോ കടമ്പകൾ. നല്ലോണം കാശ് ചിലവാകും. വിസ സംഘടിപ്പിക്കാൻ പറ്റിയ ആളെ കണ്ടു കിട്ടണം. അതൊന്നും ഇല്ലാതെ തന്നെ ജർമ്മനിയിലേക്ക് പറക്കാനുള്ള വഴി ഞാൻ കണ്ടെത്തി കഴിഞ്ഞു ഗോപാൽജി. എങ്ങനെ? നേഴ്സ്, ഹസ്ബൻഡ് വിസ. ഇത്ര പെട്ടെന്ന് എങ്ങനെയാടാ അങ്ങനെ ഒരു നേഴ്സ്? പഠിക്കുമ്പോൾ ഉള്ള പരിചയം, പിന്നെ വിട്ടുകളഞ്ഞതായിരുന്നു. അവൾക്കിപ്പോൾ ജർമ്മനി ജോലി കിട്ടി. അപ്പോൾ വീണ്ടും വലിയിട്ട് പിടിച്ചു. അപ്പം നീ അവളെ കെട്ടുമോ? കെട്ടും. പക്ഷെ ജർമ്മനി എത്തിക്കഴിഞ്ഞാൽ ആ കെട്ട് ഞാൻ അഴിക്കും. എങ്ങനെ? അല്ല, അവിടെ ജോലിയായി കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇതിൽ നിന്ന് പോരും. പിന്നെ നാട്ടിൽ വന്നിട്ട് അന്തസ്സുള്ളൊരു കുടുംബത്തിൽ നിന്ന് മണി പോലൊരു പെണ്ണ് വേറെ കിട്ടാമല്ലോ. അച്യുതൻ മാഷിൻ്റെ മോൻ തന്നെയാണോ നീ? ഗോപാൽജി, ദൈവം മനുഷ്യന് ബുദ്ധി നൽകിയിരിക്കുന്നത് അത് സന്ദർഭത്തിനനുസരിച്ച് പ്രയോഗിക്കാം. അച്ഛനിടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. ഒരു ജോലിക്ക് വേണ്ടി ആരെ വേണമെങ്കിലും വഞ്ചിച്ചോ എന്നാണോ അതിൻ്റെ അർത്ഥം? ഇതിലെന്ത് വഞ്ചന? യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിസ്സാര സംഭവം അത്. രാവിലെ കല്യാണം, വൈകിട്ട് ഡൈവോഴ്സ്, ഇത്രേ ഉള്ളൂ.